അങ്ങനെ ഭാഗ്യശ്രീയെ കൃഷും കൺമണിയും ചേർന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത്. കൃഷ് ബലരാമന്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് ചേട്ടൻ മാനസിക കല്യാണം കഴിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം ചേട്ടൻ എന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാൻ ആവശ്യപ്പെടുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് ബലരാമന് നല്ല ദേഷ്യം വരികയാണ്. നീ ഒന്ന് പോയേ, എനിക്ക് മാനസി എന്തായാലും കല്യാണം കഴിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് നല്ല ദേഷ്യം വരികയാണ്. ഇല്ല, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം ഞാൻ എങ്ങനെയെങ്കിലും തടയുമെന്ന് പറയുകയാണ് കൃഷ്ണൻ. എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യം വന്ന ബലരാമൻ കൃഷ്ണന്റെ മുഖത്തടിക്കുകയാണ്. എന്നാൽ അടി കൊള്ളുമ്പോൾ തന്നെ കൃഷ്ണന് കാര്യം മനസ്സിലായിരിക്കുകയാണ്. ബലരാമൻ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയാണ് കൃഷ്ണ. തുറന്ന് ബലരാമന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൃഷ്ണ അവിടെ ഇരുന്ന് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് ബലരാമന് വിഷമമാവുകയാണ്. തുറന്ന് ബലരാമൻ വന്ന് കൃഷ്ണനോട് സോറി പറയുകയാണ്. എടാ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, സോറി, നീ എൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറയുമ്പോൾ കൃഷ് പിന്നെ ബലരാമനോട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ എന്നോട് സോറി ഒന്നും പറയണ്ട, ചേട്ടന്റെ അനിയനാണ് ഞാൻ, നമ്മൾ രണ്ടുപേരും ഒരു രക്തമാണ്, സാഗറിന്റെ മക്കളാണ്, എന്നെ അടിക്കാനുള്ള അർഹത ചേട്ടനുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ്, ചേട്ടൻ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷ്ണനോട് സത്യങ്ങൾ പറയുകയാണ്. നീ പറഞ്ഞ സത്യം തന്നെയാണ്, എനിക്കിത് ആരോടെങ്കിലും പറയണം, ആരോടെങ്കിലുമല്ല നിന്നോട് തന്നെ എനിക്ക് ഈ കാര്യം പറയണം. പ്രശ്നത്തിലകപ്പെട്ടത് ഞാനല്ല, എൻ്റെ അനിയത്തി ഭാഗ്യശ്രീയാണെന്ന് പറയുകയാണ്. ഭാഗ്യശ്രീയുടെ ജീവൻ അപകടത്തിലാണ്, ഭാഗ്യശ്രീയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. മാനസിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഭാഗ്യശ്രീയെ തിരിച്ച് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കൂ, അതിനുവേണ്ടിയാണ് ഞാൻ മാനസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ബലരാമനെ ആശ്വസിപ്പിക്കുകയാണ്. ചേട്ടൻ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട, നമ്മൾ ഭാഗ്യശ്രീയെ ഏത് വിധേനയും രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്. തൽക്കാലം ചേട്ടനെ ഇപ്പോൾ എനിക്കൊപ്പം വരാൻ പറയുകയാണ്, വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അത് നീ പറഞ്ഞാൽ ശരിയാകില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ നിനക്കൊപ്പം വീട്ടിലേക്ക് വരുന്നില്ല, വീട്ടിലേക്ക് വന്നിട്ട് എന്തിനാണ്, നാളെ അച്ഛൻ്റെ അമ്മയ്ക്കും ഒപ്പം രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് മാനസിക കല്യാണം കഴിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും ബലരാമനോട് മാനസിക കല്യാണം കഴിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ചേട്ടൻ ഇപ്പോൾ എനിക്കൊപ്പം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് വീണ്ടും ബലരാമൻ ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നാൽ ശരിയാകില്ല എന്ന് പറയുകയാണ്. ഭാഗ്യശ്രീയുടെ ജീവൻ പന്താടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭാഗ്യശ്രീയുടെ ജീവൻ രക്ഷപ്പെടുത്തണം, അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാനസിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, നാളെ തന്നെ ഞാൻ മാനസിയെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അപ്പോഴും കൃഷി ബലരാമനോട് അത് ഞാൻ സമ്മതിക്കില്ല, ചേട്ടൻ എനിക്കൊപ്പം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുമ്പോൾ ബലരാമൻ ഞാനിപ്പോൾ നിനക്കൊപ്പം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല, ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടു പോയവർ എന്നെ മാറി നിന്ന് നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് പറയുകയാണ്. അവരെന്റെ ഓരോ നീക്കങ്ങളും നോക്കുന്നുണ്ടാകും, ഞാൻ പോലീസിന്റെ സഹായം തേടിയാലോ ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയാലോ അത് ഭാഗ്യശ്രീയുടെ ജീവനായിരിക്കും ഭീഷണിയാവുക, അതുകൊണ്ട് ഞാൻ എന്തായാലും നിനക്കൊപ്പം വരുന്നില്ല എന്ന് പറയുകയാണെന്നാണ്. അത് കേട്ട് കൃഷ്ണ കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന് കൃഷ് ഓക്കെ, എങ്കിൽ ഞാൻ തന്നെ ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്തിക്കോളാം, ഞാൻ ഒരു കാരണവശാലും ചേട്ടന്റെയും മാനസിയുടെയും കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ആ പെരുങ്കളിയുടെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഓഫീസിൽ ഫോൺ വിളിച്ച അച്ഛനോട് ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആകുമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷിയോടെ എന്ത് പറ്റി സാർ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൃഷി കൺമണിയോട് ഭാഗ്യശ്രീയുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. ഭാഗ്യശ്രീയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറയുകയാണ്, ഭാഗ്യശ്രീ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചോദിച്ചറിയിക്കുകയാണ്. തുടർന്ന് കൃഷി ബലരാമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണിയോട് പറയുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ബലരാമൻ ആ വരുണോട് ഫോണിൽ സംസാരിച്ചതിന്റെ വീഡിയോ റെക്കോർഡ് തന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് എനിക്ക് കാണിച്ചു തരാൻ പറയുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ നിമിഷം വരെയും ആ തട്ടിക്കൊണ്ടുപോയ മുഖംമൂടി ധരിച്ച ആളും വരുണാണെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. തുടർന്ന് കൃഷി കൺമണിക്ക് ആ വീഡിയോ കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് കൺമണി കുറച്ചു നേരം ചിന്തിച്ചിട്ട് ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് ക്രിഡ്സ, ഇത് ആ വഴിയിലുള്ള ഏതൊരു വീടിന്റെ ഉൾവശമല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിലൂടെ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ വിചിത്രമായ ഒരു മറുപടി കൊടുക്കുകയാണ് കൺമണി. എന്നാൽ അപ്പോഴും കൺമണിക്കോ കൃഷ്ണോ ആ മുഖംമൂടി ധരിച്ച ആള് വരുണാണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്തിക്കോളാം എന്ന് പറയുമ്പോൾ കൺമണി ഇല്ല സാർ, ഞാൻ എന്തായാലും സാറിന് ഒറ്റയ്ക്ക് വിടില്ല, ഞാൻ സാറിനൊപ്പം വരുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി നീ വരണ്ട, അവിടെ കുറെ ക്രിമിനൽസ് എല്ലാം ഉള്ളതാണ്, നീ വെറുതെ വരണ്ട എന്ന് പറയുകയാണ്. ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കൺമണി അതിന് തയ്യാറാകുന്നില്ല, ഞാൻ സാറിനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല, ഞാനും സാറിനൊപ്പം വരുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ കൺമണിയുടെ നിർബന്ധത്തിന് കൃഷി വഴങ്ങുകയാണ്. തുടർന്ന് കൺമണി ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോകേണ്ട, നമുക്ക് മഹിയെ കൂടിയും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ഫോൺ എടുത്തിട്ട് മഹിയെ വിളിക്കുകയാണ്.
തുറന്നു കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീടിന്റെ പുറത്ത് ഗോകുലും ശ്രീനിയും എല്ലാം കാത്തു നിൽക്കുകയാണ്, മനോജ് ചേട്ടന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോജ് ചേട്ടൻ വരികയാണ്. തുറന്ന് മനോജ് ചേട്ടനെ കണ്ട് ഗോകുലോട് ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ മനോജിന്റെ കയ്യിൽ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. അത് കണ്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ്. തുറന്ന് ധനലക്ഷ്മി പിന്നെ മനോജിനോട് ദേഷ്യപ്പെടുകയാണ്. അത് ശരി, അപ്പൊ ഞങ്ങൾക്കുള്ള ഡ്രസ്സോ ആഭരണങ്ങളൊന്നും വാങ്ങിയാതെയാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കല്യാണത്തിനൊന്നും ഇല്ലാതെയാണോ വന്നിരിക്കുന്നത്? ഗോകുല് അവന് പുതിയ ഡ്രസ്സെല്ലാം കിട്ടുമെന്ന് സ്വപ്നം കണ്ട് ഇരിക്കുകയാണ്. ഞങ്ങളെ എല്ലാവരും നിങ്ങൾ പറ്റിച്ചില്ലെന്ന് ചോദിച്ചുകൊണ്ട് മനോജിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് ഞാൻ പറഞ്ഞുറപ്പിച്ച കാശ് ശരിയായില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ ധനലക്ഷ്മിയുടെ പഴയ സ്വഭാവം വീണ്ടും പുറത്തു വരികയാണ്. എന്നാൽ അതെല്ലാം കേട്ട് മനോജിനാകെ വിഷമമാവുകയാണ്. വരണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് മനോജിന്. തുറന്നു കാണിക്കുന്ന കൺമണി കൃഷും മഹിയും ചേർന്ന് ഭാഗ്യശ്രീയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവർ ആ ഒഴിഞ്ഞ ഗോഡൌണിന്റെ പരിസരത്തേക്ക് എത്തുകയാണ്. ഗുണ്ടകൾ കാണാതെ ആ 3 പേരും അതിനകത്തേക്ക് എത്തുകയാണ്. തുറന്ന് കാണിക്കുന്ന വീണ്ടും മനോജാണ്. മനോജ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഗോകുൽ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. തുടർന്ന് ഗോകുലിന് ഒരു ഉരുള ചോറെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും ധനലക്ഷ്മി വന്നിട്ട് തന്റെ പരിഭവം പറയുകയാണ്. ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് ഇവിടെയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം മനോജ് ചേട്ടൻ, ഞാൻ ഇവിടെയുള്ളവരെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന്, എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി നിങ്ങൾ എന്നോട് കാണിച്ചോ എന്ന് ചോദിക്കുകയാണ്. എനിക്കുമുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ. ഡ്രസ്സും ആഭരണവും വരാത്തതിന്റെ പേരും പറഞ്ഞു വീണ്ടും ധനലക്ഷ്മി മനോജിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് ഭക്ഷണം മതിയാക്കി അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷും കൺമണിയും മഹിയും ചേർന്ന് ഭാഗ്യശ്രീയുടെ തൊട്ടരികത്ത് എത്തിയിരിക്കുകയാണ്. തുറന്ന് അവർ 3 പേര് നോക്കുമ്പോൾ ഭാഗ്യശ്രീയെ ഒരു കസേരയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ചുറ്റുപാടും ഗുണ്ടകളൊന്നുമില്ല. ഭാഗ്യശ്രീ ഇങ്ങനെ ഒറ്റയ്ക്ക് ആ കസേരയിൽ ഇരിക്കുകയാണ്. തുറന്ന് കൃഷി കൺമണിയെ വിളിച്ചിട്ട് നമ്മുടെ ഭാഗ്യശ്രീ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗുണ്ടകൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് 3 പേരും ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് നല്ലൊരു കലക്കൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉണ്ട്. അങ്ങനെ 3 പേര് ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീ നല്ല മയക്കത്തിലാണ്. തുറന്ന കൃഷും കൺമണിയും വേഗം തന്നെ ഭാഗ്യശ്രീയെ ആ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന കയറ് അഴിക്കുകയാണ്. ഭാഗ്യശ്രീയുടെ മുഖത്തൊട്ടിച്ചിരിക്കുന്ന ആ പ്ലാസ്റ്ററും വലിച്ചൂരുകയാണ്. എന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ സമയത്ത് ഭാഗ്യശ്രീ കാണുമ്പോൾ കൃഷും കൺമണിയും തന്നെ രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്നതാണ് ഭാഗ്യശ്രീ കാണുന്നത്. ഭാഗ്യശ്രീക്ക് അത് കണ്ട് സന്തോഷമാവുകയാണ്. അങ്ങനെ കൃഷും കൺമണിയും മഹിയും ചേർന്ന് ഭാഗ്യശ്രീയുടെ കസേരയിൽ ആ കയറിന്റെ കെട്ട് അഴിക്കുകയാണ്. അങ്ങനെ ഭാഗ്യശ്രീയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗുണ്ടകൾ വരികയാണ്. ഗുണ്ടകൾ വരുമ്പോൾ ഭാഗ്യശ്രീയുടെ കയറിന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിരിക്കുകയാണ്. അത് കണ്ട് ഗുണ്ടകൾ വേഗം തന്നെ വരുണെ വിളിച്ചു വരുത്തുകയാണ്. തുറന്ന് വരുൺ വേഗം തന്നെ മറ്റു ഗുണ്ടകളെ വിളിക്കുകയാണ്. അങ്ങനെ കൃഷ്ണയും കൺമണിയും എല്ലാ ഗുണ്ടകളും ചേർന്ന് വളയുകയാണ്. തുറന്ന് അവിടെ കിടക്കുന്ന ഒരു തടി കഷ്ണം എടുത്ത് അവരെ കൃഷിന്റെ കൺമണിക്ക് നേരെ തിരിയുകയാണ്. അങ്ങനെ കൃഷിയും മഹിയും ചേർന്ന് ആ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ നേരെ പാഞ്ഞു വന്ന ഗുണ്ടയെ കൺമണി അടിച്ച് സിക്സറാക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ വലിയൊരു സംഘടന തന്നെ നടക്കുകയാണ്. അങ്ങനെ കൃഷ്ണി കൺമണിയുടെയും മഹിയുടെ കൈയിന്റെ ചൂടറിഞ്ഞ് ഗുണ്ടകൾ വേഗം തന്നെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മുഖംമൂടി ധരിച്ച വരുണും അവിടുത്തെ രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. വരുൺ അവിടെ കണ്ട സിമെന്റ് മിക്സിംഗ് മെഷീന്റെ അകത്തേക്ക് ചാടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ കൃഷി വരുണിന്റെ പുറകിൽ ചെന്ന് വരുണെ പിടിക്കുകയാണ്. അങ്ങനെ കൃഷി വരുണെ ബലമായിട്ട് വരുണിന്റെ മുഖത്തുള്ള മുഖംമൂടി വലിച്ചൂരുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ മുഖംമൂടിക്കുള്ളിലെ വരുണിന്റെ മുഖം കണ്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. എടാ വൃത്തികെട്ടവനെ, ഇത് നീയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷി കട്ടകലിപ്പിൽ നിൽക്കുകയാണ്. എന്നാൽ വരുണെ കണ്ട് ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് കൺമണിയും മഹിയുമെല്ലാം. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.